Hello everyone, welcome back to Serene Vibes. ഇന്ന് ഞങ്ങൾ നേരത്തെ കുറച്ച് മുമ്പ് ത്രിഫ്റ്റ് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഓൾറെഡി നിങ്ങൾ കണ്ടു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ചത് എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് അത് കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ ജിംബ്രു കുട്ടൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു വലിയ ടെഡി ബെയറാണ്. ഞങ്ങൾ ജിംബ്രു എന്ന് വിളിക്കും. സോ ജിംബ്രുക്കുട്ടനും ഞാനും പിന്നെ ഇപ്പം മിനി ചേച്ചിയും വരും. ജസ്റ്റ് ഡ്രസ്സ് മാറാൻ പോയേക്കാണ്. അപ്പം ഞാനും ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടിരുന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ചത് എന്നുള്ളത് അൺപാക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ ഹീൽസൊക്കെ ഒന്ന് ഊരി തറയിൽ ചവിട്ടിയിട്ട് ഡ്രസ്സൊക്കെ നമ്മുടെ കംഫി ഡ്രസ്സിലേക്കൊക്കെ മാറി മുടിയൊക്കെ ഇങ്ങനെ വട്ടമൊക്കെ കിട്ടുമ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കംഫി ക്ലോത്ത്സിൽ ഇരുന്നിട്ടായിരിക്കും ഇന്ന് വാട്ട് വി ബോട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ 2 വലിയ ബാഗ്സിനകത്ത് മൊത്തം സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നേക്കുന്നത്. വെറും ഒരു ഐസ് ട്രേ പിന്നെ എന്തായിരുന്നു, ഒരു ബൗളും കണ്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ പോയത്. 2 കവർ സാധനങ്ങൾ. ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ തന്നെ പൈസ കൈ നിൽക്കത്തില്ല. എന്നിട്ട് പറയാം, അയ്യോ പൈസ ഇല്ലേ. ഇതാണ് അവസ്ഥ. എങ്ങനെ പൈസ കൈ നിൽക്കും? അപ്പോൾ എന്തൊക്കെയാണ് ഈ കവേഴ്സിലുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഓഫ് ഹാങ്ങേഴ്സ്. ഇതെല്ലാം മിനി ചേച്ചി മേടിച്ചതാ. ഇതെല്ലാം മിനി ചേച്ചിയുടെ ഹാങ്ങേഴ്സാണ്. ചേച്ചിക്ക് കുറേ ഡ്രസ്സുകൾ ഇപ്പം നാട്ടിൽ നിന്ന് ചേച്ചിയുടെ മമ്മി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തൂക്കാനായിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം ഹാങ്ങേഴ്സ് മേടിച്ചു. ഇനിയും ആ ഷെൽഫ് മൊത്തം ഫുള്ളായിരിക്കും, ഫിൽഡ് ആയിരിക്കും. പിന്നെ ഇതും മിനി ചേച്ചിയുടെ സാധനം, വേറെ സെറ്റ് കണ്ടോ. നല്ല 2 പെയർ ഓഫ് ഹീൽസ്, 2 പെയറല്ല, 1 പെയർ ഓഫ് ഹീൽസ്. വെരി നൈസ്, വൈറ്റ് കളർ കേട്ടോ. പിന്നുള്ളത് ചേച്ചിക്ക് മേക്കപ്പ് ബാഗ്. കുറേ പുതിയ മേക്കപ്പുകൾ ഇനിയും ട്രൈ ചെയ്യാനായിട്ട് ചേച്ചി മേക്കപ്പ് ബാഗ് മേടിച്ചതാ. പിന്നെ ചേച്ചിക്ക് കുറച്ച് കണ്ടെയ്നേഴ്സ് വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതെല്ലാം അങ്ങനെ മേടിച്ച കണ്ടെയ്നേഴ്സാ. ഇനിയുള്ള സാധനങ്ങൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ നോക്കണം. അല്ല, അതിന് മുമ്പ് വേറൊരു സാധനം കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ ഒരു ഐസ്ക്രീം മേടിക്കാനായിട്ടാണ് പോയത്. എന്തിനാണ് ഈ ഐസ്ക്രീം മേടിച്ചതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഐസ് വേണമെന്ന് തോന്നി, അങ്ങനെ ഐസ്ക്രീം മേടിച്ചതാ. പിന്നെ മിനി ചേച്ചിക്ക് ടിഫിൻ ബോക്സ്, സ്കൂളിൽ പോകുമ്പോൾ കഴിക്കാനാ. തുറന്ന് കാണിച്ചുതരാം. ഇത് കണ്ടോ, സെക്ഷൻ ഒക്കെ ഉള്ള. ഇത് കണക്റ്റഡാ, ഞാൻ വെച്ച് ദൂരാൻ പറ്റുന്നൊക്കെ. ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സ്. ചേച്ചിക്ക് കോളേജ് സെപ്റ്റംബർ എത്രയല്ലേ തുടങ്ങുന്നത്? സെപ്റ്റംബർ 1st വീക്ക് ചേച്ചി ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം കോളേജിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ടിഫിൻ ബോക്സ് മേടിച്ചത്. പിന്നെ എന്നാന്നറിയാവോ, ബൗൾസ് ഒരെണ്ണം കൊണ്ട് ഇതേ പൊട്ടാതിരിക്കാനായിട്ട് ഭയങ്കര സേഫ്റ്റിയിൽ അവിടുത്തെ സായിപ്പമ്മച്ചി മദമ്മച്ചി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നതാണ്. 2 മാച്ചിങ് ബോൾസ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് കോഫി കുടിക്കാനായിട്ട് കോഫി മഗ്സ് കണ്ടോ. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ തന്നെ സോസർ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ സോസർ, ഇതിനും ഉണ്ട് അതുപോലെ ഒരു സോസർ. ഇതെല്ലാം പൊട്ടാതിരിക്കാനായിട്ട് ആ മദാമ്മച്ചി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് എന്നിട്ട് പറഞ്ഞിരുന്നു, തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കണം, അല്ലെങ്കിൽ പൊട്ടി പോകുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാച്ചിങ് ടീ പാർട്ടിയൊക്കെ നടത്താനായിട്ട്. ആരെ ടീ പാർട്ടിക്ക് വരുന്നില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, എന്നാലും മാച്ചിങ്. ഇത് മയോണൈസ് വിളമ്പാനായിട്ട് മേടിച്ചതാന്നാ പറയുന്നത്. എന്തിനാണോ എന്തോ, കണ്ടപ്പോ എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ചേച്ചിയോട് കടയിൽ വെച്ച് ചോദിച്ചു, ഇതെന്തിനാ ചേച്ചി ഈ കുഞ്ഞു പാത്രം എന്ന്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞെന്നറിയാവോ? എന്താ ചേച്ചി? ഓംലെറ്റ് കഴിക്കാൻ പാത്രം വേണമെന്ന്. ഓംലെറ്റും ഗാർലിക് ബ്രെഡും കഴിക്കാൻ പാത്രം വേണമെന്ന്. അതിന് മേടിച്ചതാണ് ഈ 2 പാത്രങ്ങൾ. ചുമ്മാ അൺനെസസറി എക്സ്പെൻസസ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു വ്ളോഗ് വേറൊരു ദിവസം എടുക്കുന്നുണ്ട്, അപ്പം ഞാൻ കാണിച്ചു തരാം.
പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പ്ലേറ്റ്സ്. ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഈ 2 പ്ലേറ്റ്സ്. ഇത് ഞങ്ങൾക്ക് മാച്ചിങ് ആയിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത്. ഇത്രേ ഉള്ളു സാധനങ്ങൾ, ഇത്രേ ഉള്ളൂ എന്നല്ല, ഇത്രയും ഉണ്ട് സാധനങ്ങൾ. ഇതിന് ടോട്ടൽ എത്രയായി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത് എന്ന് ഡോളേഴ്സിൽ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾക്കൊന്ന് കമൻസിൽ അറിയിക്കാൻ പറ്റുമോ? അതാകുമ്പം ഇത് എത്രയായി എന്നുള്ളത് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ജസ്റ്റ് ഗസ് ചെയ്യ്, ഇത് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പം എത്ര ഡോളേഴ്സ് ആകുമെന്ന്. ഓക്കെ, അതാകുമ്പം ആരാണോ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് അടുത്ത് പറയുന്നത് ആ ആളിൻ്റെ പേര് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആ ത്രൈഫ് സ്റ്റോറിലുണ്ടായിരുന്ന മൊത്തവും കവറുകളും ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ്. ഇവിടെ കവറുകൾക്ക് വെച്ചാൽ ഒരു കവർ മേടിക്കുന്നതിന് തന്നെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് നാട്ടിലെ പോലെ അങ്ങനെ എനിക്കൊന്നും ഇപ്പം നാട്ടിലും ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു. പൈസ കൊടുത്ത കവർ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു വർഷത്തേക്കിനുള്ള മൊത്തം കവറുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ്സ് ഇത് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഇത് വെച്ച് നമ്മളിന്ന് ലഞ്ച് ഈ പ്ലേറ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാമറിൻ റൈസാണ് ഇന്ന് ലഞ്ചായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ നമുക്ക് പിന്നത്തെ ഒരു ദിവസം ബ്ലോഗിൽ ഞാൻ കാണിക്കാം. ഇന്ന് നമുക്ക് ടാമറിൻ റൈസ് പോയി സെർവ് ചെയ്ത് കഴിക്കാം. ഹായ്, നെല്ലപ്പോൾ പറക്കുന്ന ടാമറിൻ റൈസ് കണ്ടില്ലേ? കണ്ടോ? അത്യാവശ്യം നന്നായിട്ട് വെന്ത ടാമറിൻ റൈസാ. ഇത് ഉണ്ടാക്കിയത് മിനി ചേച്ചിയാ. ഹായ്, കൈയടിച്ചോ. താങ്ക്സ്. അതെ, കാനഡയിൽ കറിവേപ്പില കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര റയർ ആയിട്ടുള്ള സംഭവമാണ്. ഐ മീൻ കാനഡയിലത്തെ കാര്യം എനിക്കറിയത്തില്ല, ടോട്ടൽ എനിക്കറിയത്തില്ല. ബട്ട് സ്യൂസൻ മേരിയിൽ വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങൾക്ക് കറിവേപ്പില കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ ഞങ്ങൾ മേടിച്ചതാ. താങ്ക് യു. പിടിച്ചോ. താങ്ക്സ്. അപ്പം കറിവേപ്പിലയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കറിവേപ്പിലയ്ക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞ് ഒരു പിടിക്ക് എത്രയായിരുന്നു, $3 സംതിങ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് കറിവേപ്പില. നമ്മുടെ നാട്ടിൽ നമ്മളത് വീട്ടിലുണ്ടാകുന്നതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കറിവേപ്പില എക്സ്പോർട്ടിങ് നല്ലൊരു ബിസിനസ് ആയിരിക്കും. ഫുഡ് ഫുള്ള് ചെയ്തു. ഒരു മിനിറ്റ് എല്ലാം കാണിച്ചു തരാം. ഭയങ്കര പ്രശ്നമായി ഇവിടെ. ആൾക്കാർ മടിച്ചിട്ടിരിക്കും ഇങ്ങനെ കഴിച്ചിട്ട് പാത്രം. അവളുടെ റൂമിൽ നിന്ന് ഫുൾ പാത്രങ്ങൾ, ഇത്രയും പാത്രങ്ങൾ അവളുടെ റൂമിൽ അവള് സ്റ്റോക്ക് ചെയ്തത്. അതേ അടുത്താണ് ഇവിടെ ഇരുന്ന് ഗോപി മഞ്ചൂരിയൻ ഏതോ യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഷാൻജോ, അതിനിടയ്ക്കൂടെ പ്രൊമോഷൻ. ഇവിടെ നമുക്ക് ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എസ്തെറ്റിക് വൈബ്സ് പിടിച്ച് മുറ്റത്തോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പോയിരുന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ റൂം ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. നെവർ മൈൻഡ്. ഇവിടെ കറിവേപ്പിലൊക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ കളയത്തില്ല. നമ്മളതൊക്കെ സൂക്ഷിച്ച് വെച്ച് വീണ്ടും കഴിക്കും. ചവച്ച് കഴിക്കും. സൂക്ഷിച്ച് വെച്ച് കഴിക്കാറില്ല, ചവച്ച് കഴിക്കും. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഒരു മുളക് ചമ്മന്തി ഉണ്ട്. അത് ഞാൻ ഇത്തിരി ഓയിലൊഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് എപ്പോൾ എണീറ്റു. അപ്പോഴാണ് എനിക്ക് ജിൽസി ചേച്ചി ഒരു സാധനം തന്നത്. ജിൽസി ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ആണ്. ചേച്ചി ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഗോബി മഞ്ചൂരിയൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. അയ്യോ, എന്ത് പറ്റി? മലയാള അക്ഷരം പഠിക്കുന്നതാ. ചൂടോടുത്തതായിട്ട് മുട്ടം പൊളിപ്പോയി.
അയ്യോ കൊതിയൻ ആദ്യമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ്. ചേച്ചി കുറച്ചുകൂടി ഉപ്പിട്ട കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പറയുമ്പം കഴിക്കാൻ മാത്രമല്ല സജഷനും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എല്ലാവരും അങ്ങനെ കഴിക്കണം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയായിരുന്നു ചേച്ചി? നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിൽ അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.